ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേത് ഒരു പാസ്ത റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണിത്. 1 പോട്ട് പാസ്ത. പേര് പോലെ തന്നെ ഒരു സിംഗിൾ പോട്ട് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞങ്ങളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്, എന്നാലും ഇത് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് നല്ല ചൂടായ ശേഷം നമുക്ക് ഒലീവ് ഓയിൽ ഒഴിക്കാം. ഒരു 2-3 സ്പൂൺ ഒലീവ് ഓയിൽ മതിയാവും. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു 4-5 ക്ലോസ് വെളുത്തുള്ളി. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറിയ ശേഷം നമുക്ക് സവാള ആഡ് ചെയ്യാം. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാളയാണ്. ഒരു ചെറിയ സവാള മതിയാവും. എന്നിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 2 തക്കാളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അതുകൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളി നല്ല വഴന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞിട്ടുള്ള ബോൺലെസ് ചിക്കൻ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഉണക്കമുളക് പൊടിച്ചതാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അതില്ലെങ്കിൽ മാഗി ക്യൂബ് ഇട്ടാലും മതി. അടുത്തതായിട്ട് പാസ്ത ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം ആഡ് ചെയ്യാം. പാസ്ത കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് ആവി പോയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ പാസ്ത കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഗ്രേറ്റഡ് മൊസറല്ല ചീസാണ്. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/2 to 1 കപ്പ് വരെ മിൽക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി പാസ്ത റെഡി ആയിട്ടുണ്ട്. അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.